ലോകം മറന്നു പോകുന്നു. ആത്മാവായ ഞാനെൻ്റെ ശാന്തിയിൽ ആഴ്ന്നിറങ്ങുന്നു. ദേഹം മറന്നു പോകുന്നു, ലോകം മറന്നു പോകുന്നു. ആത്മാവായ ഞാനെൻ്റെ ശാന്തിയിൽ ആഴ്ന്നിറങ്ങുന്നു. ശാന്തിയിലലിഞ്ഞു ചേരുന്നു, ശാന്തിയിൽ മുങ്ങി മയങ്ങുന്നു. ആത്മാവായ ഞാനെൻ്റെ അനാദി രൂപമോർക്കുന്നു. ശാന്തി ശാന്തിയിലലിഞ്ഞു ചേരുന്നു, ശാന്തിയിൽ മുങ്ങി മയങ്ങുന്നു. ആത്മാവായ ഞാനെൻ്റെ അനാദി രൂപമോർക്കുന്നു. ഓം ശാന്തി. ദേവതയായി ഞാൻ മാറുന്നു, സ്നേഹം നിറഞ്ഞു പൊങ്ങുന്നു. ആത്മജ്യോതി തിളങ്ങുന്നിൻ ആദി രൂപമോർക്കുന്നു. ദേവതയായി ഞാൻ മാറുന്നു, സ്നേഹം നിറഞ്ഞു പൊങ്ങുന്നു. ആത്മജ്യോതി തിളങ്ങുന്നിൻ ആദി രൂപമോർക്കുന്നു. ശീതളകിരണം ചൊരിയുന്നു, ശ്രീകോവിലിൽ ഞാൻ വാഴുന്നു. വരദാനങ്ങൾ നൽകുന്നിൻ സംപൂജ്യ രൂപമോർക്കുന്നു. ശീതളകിരണം ചൊരിയുന്നു, ശ്രീകോവിലിൽ ഞാൻ വാഴുന്നു. വരദാനങ്ങൾ നൽകുന്നിൻ സംപൂജ്യ രൂപമോർക്കുന്നു. പരമാത്മാവിനെ അറിയുന്നു, കൺമണിയായി ഞാൻ മാറുന്നു. പാവനമായ ഞാനെൻ്റെ ബ്രാഹ്മണ രൂപമോർക്കുന്നു. പരമാത്മാവിനെ അറിയുന്നു,
ആകാശദേഹം തെളിയുന്നു, മാലാഖയായി മാറുന്നു. मिलन की लगन में मगन आज मन है, पुलकित पवन है ये गुंजित गगन है, पुलकित पवन है ये गुंजित गगन है। प्रभु की प्रतीक्षा में सारा भुवन है, प्रभु की प्रतीक्षा में सारा भुवन है। आंगन में शिव का ये शुभ आगमन है, आंगन में शिव का ये शुभ आगमन है। धड़कन की ताली उससे जुड़ी है, राहों में अब तक निगाहें गड़ी हैं। धड़कन की ताली उससे जुड़ी है, राहों में अब तक निगाहें गड़ी हैं। घड़ी बड़ी देर ही सुख सघन है, घड़ी बड़ी देर ही सुख सघन है। आंगन में शिव का ये शुभ आगमन है, आंगन में शिव का ये शुभ आगमन है। मिलन की लगन में मगन आज मन है। ओम शांति। शिव बाबा याद है? ബാബയുടെ ഓർമ്മയുണ്ടോ? ബാബയുടെ മധുര മഹാവാക്യങ്ങൾ 19/2/2022. ഇന്നത്തെ മഹാവാക്യത്തിൽ ബാബ മക്കൾക്ക് നല്ല സ്നേഹം നിറഞ്ഞ മഹാവാക്യങ്ങളെയാണ് ഉച്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കറിയാം, നമ്മെല്ലാവരും മുള്ളുകളുടെ കാടിൽ നിന്ന്, മുൾക്കാടിൽ നിന്നും പുഷ്പങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് മനുഷ്യരിൽ നിന്നും ദേവതയായിക്കൊണ്ടിരിക്കുന്നു. ബാബ നമ്മെല്ലാ കുട്ടികൾക്കും സംഗമയുഗത്തിൽ ജ്ഞാനം നൽകി ത്രികാലദർശിയാക്കി, അതുപോലെ തന്നെ സ്വദർശന ചക്രധാരിയാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മെല്ലാവരും കോടി മടങ്ങ് ഭാഗ്യശാലികളാണ്. ഈ സംഗമയുഗത്തിലാണ് നാം എല്ലാവർക്കും ജീവൻ മുക്തിയുടെ അവകാശത്തിന്റെ ഭാഗ്യം ബാബ നൽകിയിരിക്കുന്നത്. കൊണ്ട് ബാബ പറയുന്നു, സത്യുഗത്തിന്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അവിടെ ഒരിക്കലും അകാല മൃത്യു അഥവാ അപകടം അഥവാ ദുർമരണങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. അപ്പൊ 21 ജന്മങ്ങൾക്ക് വേണ്ടി ബാബ ഈ സമയത്ത് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയാകുന്ന സഞ്ചി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇന്നത്തെ മഹാവാക്യം. मीठे बच्चे, सदा इसी नशे में रहो कि ज्ञान सागर बाप ने ज्ञान देकर
हमें स्वदर्शन चक्रधारी त्रिकालदर्शी बनाया. മധുരമായ കുട്ടികളെ, സദാ ഈ ലഹരിയിൽ കഴിയണം. ജ്ഞാനസാഗരനായ ബാബ ജ്ഞാനം നൽകി നമ്മെ സ്വദർശന ചക്രധാരി ത്രികാലദർശിയാക്കി മാറ്റിയിരിക്കുന്നു. हम है ബ്രഹ്മവംശി ബ്രാഹ്മൺ. നാം ബ്രഹ്മവംശി ബ്രാഹ്മണരാണ്. प्रश्न, तुम बच्चे ब्राह्मण बनते ही पदमापदम भाग्यशाली बन जाते, कैसे? നിങ്ങൾ കുട്ടികൾ ബ്രാഹ്മണരാകുമ്പോഴേ തന്നെ കോടി മടങ്ങ് ഭാഗ്യശാലികളാകും. 10 മടങ്ങ് ഭാഗ്യശാലികളാകുന്നു. എങ്ങനെ? ഈ തരത്തിൽ. ഇതാണ് ചോദ്യം. उत्तर, ब्राह्मण बनना अर्थात सेकंड में जीवन मुक्ति प्राप्त करना. ബ്രാഹ്മണരാകുക അതായത് സെക്കൻഡിൽ ജീവൻ മുക്തി പ്രാപ്തമാക്കുക. बाप का बच्चा बना और वर्षे का अधिकार मिला. അച്ഛൻ്റെ കുട്ടിയായി അതായത് സമ്പത്തിന്റെ അവകാശിയായി. അച്ഛൻ്റെ കുട്ടിയായി സമ്പത്തിന്റെ അധികാരം ലഭിച്ചു. तो जीवन मुक्ति तुम्हारा हक है, इसलिए तुम പദമാപദം ഭാഗ്യശാലി हो. ജീവൻ മുക്തി നിങ്ങളുടെ അവകാശമാണ്. ഇതിനാൽ നിങ്ങൾ 10 മടങ്ങ് ഭാഗ്യശാലികളാകുന്നു. बाकी इस मृत्युलोक में तो कोई सौभाग्यशाली नहीं. ഇനി ഈ മൃത്യുലോകത്തിൽ ആരും തന്നെ സൗഭാഗ്യശാലികളില്ല. अकाल मृत्यु होता रहता. അകാല മൃത്യു സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. तुम बच्चे अभी काल पर जीत पाते हो. നിങ്ങൾ കുട്ടികൾ ഇപ്പോഴും മൃത്യുവിൽ അഥവാ കാലന്റെ മീതെ വിജയം പ്രാപ്തമാക്കിയിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾ ഇപ്പോഴും കാലന്റെ മീതെ വിജയം പ്രാപ്തമാക്കിയിരിക്കുന്നു. तुम्हें त्रिकालदर्शी पने का भी ज्ञान है. നിങ്ങൾക്ക് ത്രികാലദർശി ജ്ഞാനവും കൂടി ത്രികാലദർശിയായിരിക്കുന്ന ജ്ഞാനവും കൂടി ഉണ്ടായിരിക്കുന്നു. ത്രികാലദർശികളാണ്. 3 കാലങ്ങളെയും ദർശിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ത്രികാലദർശി. शिव बाबा 21 जन्मों के लिए तुम्हारी झोली भर रहे. ശിവബാബ 21 ജന്മങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സഞ്ചിയെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയാകുന്ന സഞ്ചിയെ നിറക്കുകയാണ്. ओम शांति. बच्चे समझते हैं कि हम कांटों से फूल बन रहे, अर्थात മനുഷ്യ സേ ദേവത ബനരെ. കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നു നാം മുള്ളുകളിൽ നിന്നു പുഷ്പമായിക്കൊണ്ടിരിക്കുകയാണ്, അതായത് മനുഷ്യൽ നിന്നു ദേവതയായിക്കൊണ്ടിരിക്കുന്നു. ബच्चे जानते हैं ये कांटों का जंगल है. കുട്ടികൾക്കറിയാമല്ലോ ഇത് മുൾക്കാടാണ്. अब फिर फूलों के बगीचे में जाना. ये दहली भी कोई समय फरिश्तान थी.
ഇപ്പോഴും നാം പൂങ്കാവനത്തിലേക്ക് പോകണം. ഡൽഹിയും കൂടി ഒരു സമയത്ത് ദേവന്മാരുടെ ആസ്ഥാനമായിരുന്നു. തും ബच्चे राज्य करते थे जबकि देवताए थे. ദേവന്മാരുണ്ടായിരുന്നു, ആ സമയത്ത് നിങ്ങൾ കുട്ടികളെ രാജ്യം ഭരിക്കുമായിരുന്നല്ലോ. फिर कोई राजा महाराजा के रूप में, कोई प्रजा के रूप में. ചിലർ രാജാവിന്റെ രൂപത്തിൽ, ഇനി ചിലർ മഹാരാജാവിന്റെ രൂപത്തിൽ, ചിലർ പ്രജകളുടെ രൂപത്തിൽ. ആ രാജധാനിയിൽ നിങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങളുടെ പാർട്ട് അഭിനയിക്കുമായിരുന്നു. ये तो सब जानते हैं कि बरोबर अब सृष्टि कब्रिस्तान होने. ഈ വിഷയം എല്ലാവർക്കും അറിയാം. ഈ സൃഷ്ടി ഇപ്പോൾ ശ്മശാനമാകാൻ പോവുകയാണ്. ആകേണ്ടത് തന്നെ. ആ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെ മനസ്സിൽ എന്താണ്? ഈ സൃഷ്ടി ഇപ്പോൾ ശ്മശാനമായി മാറേണ്ടത് തന്നെ. വെച്ചാൽ വിനാശം സംഭവിക്കേണ്ടതാണ്. ഉൻ പർ തും ഫരിഷ്താൻ ബനായെങ്കെ. പിന്നീട് നിങ്ങൾ കുട്ടികളെ ഇതേ ഭൂമിയിൽ എന്താണ്? ദേവതാ രാജ്യം ഉണ്ടാക്കുന്നു അഥവാ നിർമ്മിക്കുന്നു. തും ജാൻതേ ഹോ യേ സാരി ദുനിയ ഹി നഹീ ബൻതി. നിങ്ങൾ കുട്ടികൾക്കറിയാം, മുഴുവൻ ലോകം തന്നെ പുതിയതായി പരിവർത്തനപ്പെടുന്നു, നവീകരണം ഉണ്ടാകുന്നു, നൂതനമായി മാറുന്നു. ജമുന കെ കണ്ഠേ പർ രാധേ കൃഷ്ണ ലക്ഷ്മി നാരായണ തെ. ജമുന നദീ തീരത്തിൽ രാധയും കൃഷ്ണനും ലക്ഷ്മി നാരായണനും ഉണ്ടായിരുന്നു. രാധയും കൃഷ്ണൻ തന്നെ സ്വയംവരത്തിന് ശേഷം ലക്ഷ്മി നാരായണനാകുന്നത്. ऐसे नहीं राधे कृष्ण राज्य करते नहीं. राधे दूसरी राजधानी की थी, കൃഷ്ണ ദൂസരി രാജധാനിക്ക്. ഈ തരത്തിലല്ല രാധയും കൃഷ്ണനും രാജ്യം ഭരിക്കുമായിരുന്നു. ഇല്ല, ചെറുപ്പത്തിൽ കുട്ടിക്കാലത്തിൽ എങ്ങനെയാണ് രാജ്യത്തെ ഭരിക്കാൻ കഴിയൂ? കൊണ്ട് ബാബ പറയുന്നു, സ്വയംവരത്തിന് ശേഷം പിന്നീട് ഇതേ ലക്ഷ്മി നാരായണൻ എന്താണ് ബാബ പറയുന്നത്? സാമ്രാജ്യത്തെ ഭരിക്കുന്നവരാകും. കൊണ്ട് ബാബ പറയുന്നത് ശ്രീകൃഷ്ണൻ വേറെ രാജധാനിയിലാണ്, രാധയും വേറെ രാജധാനിയിൽ. സ്വയംവരത്തിന് ശേഷമാണ് ഇവർ ലക്ഷ്മി നാരായണനായി മാറുന്നത്. പിന്നീടാണ് രാജ്യം ഭരിക്കുന്നത്. स्वयंवर के बाद फिर यही लक्ष्मी नारायण बनते, फिर इस परिस्थान में जमुना के कंठे पर राज्य करते. സ്വയംവരത്തിന് ശേഷം ഇവർ തന്നെയാണ് വീണ്ടും ലക്ഷ്മി നാരായണനാകുന്നത്. പിന്നീട് ദേവന്മാരുടെ ആസ്ഥാനത്തിൽ അഥവാ ദേവസ്ഥാനത്തിൽ ജമുന നദീ തീരത്തിൽ രാജ്യം ഭരിക്കുന്നു. ये गद्दी बहुत पुरानी है. आदि सनातन देवी देवताओं की गद्दी बनती आई. ഈ സിംഹാസനം, ഈ ഗദ്ദി, രാജഗദ്ദി അതിപുരാതനമാണ്. കൊണ്ട് ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തരുന്ന കാര്യം ഇതാണ്. ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിലുള്ളവരുടെ ഗദ്ദി ഇതിങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ 5000 വർഷങ്ങൾക്ക് ശേഷം ദേവന്മാരുടെ ആസ്ഥാനം ആയി മാറുന്നു ഭാരത ഭൂമി. परंतु इन बातों को सिर्फ तुम बच्चे ही जानते हो. പക്ഷെ ഇത് മനസ്സിലാക്കുന്നത് ആരാണ്? നിങ്ങൾ കുട്ടികൾ, കേവലം നിങ്ങൾ കുട്ടികൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്. തും ഹി അപ്ന ഫരിസ്ഥാൻ ബനാ രഹി. നിങ്ങൾ തന്നെയാണ് തൻ്റെ ദേവലോകം അഥവാ ദേവന്മാരുടെ ആസ്ഥാനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. രാജധാനി സ്ഥാപൻ കർ രഹേ ഹോ. കൈസെ കൈസെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ഈ തരത്തിൽ യോഗബലത്തിലൂടെ. ദേവി ദേവതാओं की राजधानी लड़ाई से नहीं स्थापन हुई थी. ദേവി ദേവന്മാരുടെ രാജധാനി യുദ്ധത്തിലൂടെ അല്ല സ്ഥാപിക്കപ്പെട്ടതായിരുന്നത്, യോഗബലത്തിലൂടെയാണ്. തും യഹാ സീഖ്നെ ആയേ ഹോ രാജയോഗ ബൽ.
जो 5000 वर्ष पहले सीखे थे. ഏത് രാജയോഗം 5000 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ പഠിച്ചതായിരുന്നുവോ ആ യോഗമാണ് ഇപ്പോഴും നിങ്ങൾ ഇവിടെ പഠിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത്. ഇത് രാജയോഗ ബലമാണ്. तुम कहेंगे हाँ बाबा, कल पहले भी आज के ही दिन इसी समय हम बाबा से पढ़ना सीखे थे. നിങ്ങൾ പറയാണ് അതേ ബാബ, കൽപ്പത്തിന് മുൻപും കൂടി ഇതേ ദിവസം ഇതേ സമയത്ത് നാം ബാബയിൽ നിന്നു ബാബയുടെ ശിക്ഷണം പഠിക്കുമായിരുന്നല്ലോ. ഓർമ്മയുണ്ടോ പഠിച്ചത്? യഹാ സിർഫ് ബच्चे ही आते, बच्चों के बिना बाप और कोई से बात कर ना सके. ബാബയുടെ സ്ഥാനത്തിൽ അതുപോലെ മധുബന പാവന ഭൂമിയിൽ കേവലം കുട്ടികൾ മാത്രമാണ് വരുന്നത്. ഇനി ബാബ ആരോടാണ് സംസാരിക്കുന്നത്? ആരാണോ സ്വന്തം മക്കള് അവരോട് മാത്രം സംസാരിക്കുന്നു, കൂടാതെ വേറെ ആരോട് ബാബ സംസാരിക്കില്ല. ബാബ കേത്തെ മൈ ബച്ചോं को ही सिखलाता हूं. ബാബ പറയുകയാണ് ഞാൻ കുട്ടികൾക്ക് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ചില ജ്ഞാനം മനസ്സിലാക്കി തിരിച്ചറിവുള്ള കുട്ടികൾക്ക് മാത്രം. തുമക്കോ കിത്നാ നശ ഹോനാ ചാഹിയേ. ഭഗവാനാണ് നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് എത്രമാത്രം ലഹരി ഉണ്ടായിരിക്കണോ? ഉണ്ടോ ലഹരി? ജ്ഞാൻ കാ സാഗർ ബാപ്പ് ഹേ, ഉनको ही ज्ञान ज्ञानेश्वर कहते. इसका अर्थ है ईश्वर जो ज्ञान का सागर है वह इस समय तुमको ज्ञान देते. ജ്ഞാനത്തിന്റെ സാഗരൻ ബാബയാണ്. അവരെയാണ് ജ്ഞാന ജ്ഞാനേശ്വരൻ എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥമാണ് ബാബ ജ്ഞാനത്തിന്റെ സാഗരം. ഈ സമയത്ത് നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനമാണ് നൽകുന്നത്. കൗൺസ ജ്ഞാൻ? ഏത് പ്രകാരത്തിലുള്ള അഥവാ ഏത് തരത്തിലുള്ള ജ്ഞാനമാണ് ബാബ നൽകുന്നത്? ഏത് ജ്ഞാനം? സൃഷ്ടിക്ക് ആദി മധ്യ അന്ത് കാ ജ്ഞാനം. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനമാണ്. തും ബച്ചേ സ്വദർശന ചക്രധാരി ബന്തി, തും ബ്രഹ്മാ വംശി ഹോ. നിങ്ങൾ കുട്ടികൾ സ്വദർശന ചക്രധാരികൾ ആയിരിക്കും. ബാബ പറയുന്നു നിങ്ങൾ ആരാണ്? ബ്രഹ്മാ വംശജരാണ്. മനസ്സിലായില്ലേ? വിഷ്ണു വംശി जो राज्य करेंगे वो स्वदर्शन चक्रधारी त्रिकालदर्शी नहीं. വിഷ്ണു വംശജർ ആരാണോ സത്യുഗത്തിൽ രാജ്യം ഭരിക്കുന്നത് അവരാരും തന്നെ സ്വദർശന ചക്രധാരികളുമല്ല ത്രികാലദർശികളുമല്ല. അവിടെ ആരാണ് ജ്ഞാനം നൽകുക? ഈ ജ്ഞാനത്തിന്റെ പ്രാപ്തിയാണ് സത്യുഗത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നത്. ഓം ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി. अंतर मन में ज्योति जगा लो, होगा दूर अंधेरा. शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा. से आए अपने आप को जानो. राजयोग के द्वारा अपना परम पिता पहचानो. इसी राजपथ पर चल पालो अपना बसेरा.
ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ശൂദ്രവംശി ബാബ പറയുന്നു, തും ബ്രഹ്മവംശി ഹോ സോ ഫിർ ദേവത ബനേംഗെ. ഈ സംഗമയുഗത്തിൽ നിങ്ങൾ ബ്രഹ്മവംശജരാണ്, പിന്നീട് ഭാവിയിൽ നിങ്ങൾ തന്നെ ദേവതകളാകുന്നു. ഹംസോ സൂര്യവംശി थे, फिर ചന്ദ്രവംശി में गए, फिर വൈശ്യവംശി ശൂദ്രവംശി ബനെ. ഞങ്ങൾ തന്നെ സൂര്യവംശജരായിരുന്നു, പിന്നീട് ചന്ദ്രവംശത്തിൽ നാം പോയി, പിന്നീട് ബാബ പറയുന്നു എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിത നാടകത്തിൽ പതനത്തിന്റെ പാർട്ട് വൈശ്യവംശജര്, അവസാനം കലിയുഗത്തിൽ ശൂദ്രവംശജരാകുന്നത്. അബ് ഫിർസേ ഹം ബ്രാഹ്മണ വംശി ബനെ. ഇപ്പോൾ വീണ്ടും നാം എല്ലാവരും ബ്രാഹ്മണ വംശജരായിരിക്കും. തും ബരോബർ ജാൻതേ ഹോ कि हम സ്വദർശന ചക്രധാരി. നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കുന്നു, നാം എല്ലാവരും സ്വദർശന ചക്രധാരികളാണ്. സാരേ സൃഷ്ടിക്ക് ആദി മധ്യ അന്ത് ക ജ്ഞാൻ ഹമാരേ മേ. മുഴുവൻ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളിൽ ഇന്നുണ്ടായിരിക്കും. ഇനിസേ ഹി ഫിർ ചക്രവർത്തി രാജാറാണി ബനേംഗെ. ഈ ജ്ഞാനത്തിലൂടെ തന്നെയാണ് ഭാവിയിൽ നിങ്ങൾ ചക്രവർത്തി രാജാ രാജ്ഞി ആകുന്നത്. ये नॉलेज सभी धर्म वालों के लिए है. ഈ ജ്ഞാനം സർവധർമ്മത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ശിവബാബ सबको कहते, इन ब्रह्मा को भी कहते, इनके आत्मा भी अब सुन रहे. ശിവബാബ സർവരോടും പറഞ്ഞു മനസ്സിലാക്കി തരുന്നു, ഈ ബ്രഹ്മാവിനോടും കൂടി പറയുന്നു. ഈ സമയത്ത് മഹാവാക്യം ഉച്ചരിക്കുന്ന വേളയിൽ ബ്രഹ്മാവിന്റെ ആത്മാവ് കൂടി മഹാവാക്യം കേട്ടുകൊണ്ടിരിക്കും. ബാബ പറയാണ്, സാരേ സൃഷ്ടിക്ക് ആദി മധ്യ അന്ത് ക ജ്ഞാൻ ഹമാരേ മേ. മുഴുവൻ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളിൽ ഉണ്ടായിരിക്കും. इनसे ही तुम फिर चक्रवर्ती राजा रानी बनेंगे. शिव बाबा सबको कहते, इन ब्रह्मा को भी कहते, इनके आत्मा भी अब सुन रहे. അപ്പൊ ശിവബാബ സർവർക്കും ശിക്ഷണം നൽകുകയാണ്, ഈ ബ്രഹ്മാവിനോടും കൂടി പറയുന്നു. അപ്പൊ ബ്രഹ്മാവിന്റെ ആത്മാവ് കൂടി ഈ സമയത്ത് ജ്ഞാനം കേട്ടുകൊണ്ടിരിക്കുന്നു. തും അബ് ബ്രാഹ്മൺ ഹോ, ഹരേക് മനുഷ്യ മാത്ര शिव बाबा का बच्चा भी है, तो ब्रह्मा बाबा का बच्चा भी है. നിങ്ങൾ ഇപ്പോൾ ബ്രാഹ്മണരാണ്. അപ്പൊ ബാബ പറയുന്നു, ഓരോരുത്തരും അഥവാ എല്ലാ മനുഷ്യാത്മാക്കളും ശിവ് ബാബയുടെ സന്താനങ്ങൾ തന്നെയാണ്. ബ്രഹ്മാ ബാബയുടെ കുട്ടികളും കൂടിയാണ്. ബ്രഹ്മ ഹെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ജിസ്മാനി, और शिव बाबा है സബ്കാ റുഹാനി ബാബ. ഇവിടെ ശിവ് ബാബ മുതിമുത്തശ്ശനാണ്, അഥവാ ശാരീരികമായി അലൗകിക പിത. ഇനി ശിവ് ബാബ ആത്മീയ പിത അഥവാ അച്ഛനാണ്, സർവ ആത്മാക്കളുടെ പിതാവ്. ശിവ് ബാബാക്കോ പ്രജാപിത നഹീ കहेंगे. ശിവ് ബാബയെ പ്രജാപിത, പ്രജകളുടെ പിതാവ് എന്ന് ഒരിക്കലും പറയില്ല. शिव बाबा आत्माओं का बाप है. बाप कहते, मैं भारतवासियों को राज्य भाग्य देता. शिव बाबा പറയാണ്, കുട്ടികളെ ഞാൻ ഭാരതവാസിയർക്കാണ് രാജ്യഭാഗ്യം നൽകുന്നത്. हीरे जैसा सदा सुखी बनाता, 21 जन्मों के लिए वर्षा देता. ഇനി വൈരതുല്യം സദാ വജ്രസമാനം നിങ്ങളെ സുഖിയാക്കി മാറ്റുന്നു. 21 ജന്മങ്ങൾക്ക് വേണ്ടി ഞാൻ സമ്പത്ത്
ഭാരതവാസിയർക്ക് നൽകുന്നു. फिर वह जब पूज्य से पुजारी बनते तो मेरी ग्लानि करने लग पड़ते. പിന്നീട് എപ്പോഴാണ് ഈ ഒരു പൂജ്യരിൽ നിന്ന് പൂജാരിയായി മാറുന്നത്, ആ സമയത്ത് ഉപകാരം ചെയ്ത എന്നെ ഗ്ലാനി ചെയ്യാൻ, ആക്ഷേപിക്കാൻ ആരംഭിക്കുന്നു. എന്തു കുട്ടികൾ. बाबा कहते कितना ऊंचा, मैं तुम्हारा बाप हूं, मैं ही भारत को हेवन പാരഡൈസ് बनाता हूं. നിങ്ങൾ നിന്ദിക്കാൻ പാടുണ്ടോ? കാരണം ഞാൻ എത്രമാത്രം ഉയർന്ന അച്ഛനാണ്. ഞാൻ നിങ്ങളെല്ലാവരുടെ അച്ഛനാണ്. ഞാൻ തന്നെയാണ് ഭാരതത്തെ സ്വർഗമാക്കി പരിവർത്തനപ്പെടുത്തുന്നത്. അപ്പൊ എന്നെ നിങ്ങൾ വഴക്ക് പറയാനോ അഥവാ ആക്ഷേപിക്കാനോ ആരോപങ്ങൾ പറയാനോ പാടുണ്ടോ? തും ഫിർ സർവവ്യാപി കഹ് ഗ്ലാനി കർത്തെ. ഈ തരത്തിലുള്ള അച്ഛനെ നിങ്ങൾ സർവവ്യാപി എന്ന് പറഞ്ഞിട്ട് ഗ്ലാനി ചെയ്യും. 5000 വർഷ പहले ഭാരത് സ്വർഗ് था, കൽ കി ബാത്. 5000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതം സ്വർഗമായിരുന്നു. ഇന്നലെ സംഭവിച്ച കാര്യമാണ്. തും ഹി രാജ്യ കർത്തേ തേ, സോജിരാ था, ആജ് അന്ധിയാര. നിങ്ങൾ തന്നെയാണ് രാജ്യം ഭരിക്കുമായിരുന്നത്, പ്രകാശമുണ്ടായിരുന്നു, ഇന്ന് അന്ധകാരമാണ്, ഇരുട്ടാണ്. പരന്തു സമസ്തേ യഹി സ്വർഗ്. പക്ഷെ പണം, അതുപോലെ പഠിപ്പ്, ബാക്കി എല്ലാ കഴിവുകളും ഉണ്ടെങ്കിൽ വിചാരിക്കുന്നു ഇന്ന് ഇത് തന്നെയാണ് സ്വർഗം. ഭാരതവാസി ഗാത്തെ നൈ ദുനിയാമേ നയാ ഭാരത് രാമരാജ്യം. ഭാരതവാസികളെല്ലാം പാടുന്നു, പുതിയ ലോകത്തിൽ പുതിയ ഭാരതത്തിൽ രാമരാജ്യം ഉണ്ടാകണമെന്ന്. പുതിയ ഭാരതത്തിൽ ഭാരതവാസികൾ പാടുന്നത് എന്താണ്? പുതിയ ലോകത്തിൽ പുതിയ ഭാരതത്തിൽ രാമരാജ്യം ഉണ്ടാകണം. മനുഷ്യ ഫിർ ഇസ്കോ ഹി നയാ സമജ്. മനുഷ്യർ ഇന്നുള്ള ഈ രാജ്യത്തെ എന്താണ്? ഇത് തന്നെ സ്വർഗം, ഇത് തന്നെ സർവസ്വം, എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ എന്ന്, അതുകൊണ്ട് ഇത് സ്വർഗമാണെന്നോ കരുതിയിരിക്കുന്നു. ഏത്തോ ഡ്രാമ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്പസുഖത്തിന്റെ എന്താണ് സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തെ സ്വർഗം എന്ന് വിചാരിക്കുന്ന ഈ കുട്ടികളെ ഞാൻ എന്ത് പറയാന്? ഡ്രാമയാണ്, ഡ്രാമ. ഈ സമയം മായാക്ക പിച്ചാടിക്ക പാം. പറയുന്നു ഈ സമയത്ത് മായയുടെ അവസാനത്തിന്റെ ഷോ ആണ്. നിങ്ങളെ ചതിക്കുന്നു, വഞ്ചിതരാക്കുന്നു. ഈ എല്ലാ വസ്തുക്കളെ നിങ്ങളെ മുന്നിൽ തന്നിട്ട്, ഇന്ന് മൊബൈലിൽ തന്നെ എല്ലാ മുഴുവൻ പ്രപഞ്ചം കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ വിചാരിക്കുന്നു ഇത് തന്നെയല്ലേ സ്വർഗം. ഓരോരുത്തരുടെ കയ്യിൽ 3-4 മൊബൈലാണ്. ഒരു ദിവസം ഉണ്ടായിരുന്നു, ഒരു തരത്തിലും നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ല. ഈ മൊബൈൽ വന്നതിന് ശേഷം ആർക്കും ഒരു സമാധാനം ഇല്ല, ഇല്ലേ? അപ്പൊ അതിനെല്ലാം നോക്കി മനുഷ്യരെന്താ വിചാരിക്കുന്നത്? ഇത് തന്നെയാണ് സ്വർഗം. ഇത് മായയുടെ അവസാനത്തിന്റെ ഷോ. अब रावण राज्य मुर्दाबाद और राम राज्य सिंदाबाद हो. ഇപ്പൊ രാവണന്റെ രാജ്യം മുർദാബാദ്, രാമരാജ്യം സിന്ദാബാദ് ആകണം. രാമരാജ്യ കോയി രാം സീതാ കെ രാജ്യ കോ നഹി കഹാ ജാത്ത. രാമരാജ്യം എന്ന് പറയുമ്പോൾ ത്രേതായുഗി രാമനു സീതയുടെ രാജ്യത്തെ അല്ല രാമരാജ്യം എന്ന് പറയും. ഇനി ഏത് രാജ്യത്തെ? സത്യുഗി ശ്രീകൃഷ്ണന്റെ രാജ്യത്തെ, ലക്ഷ്മി നാരായണന്റെ രാജ്യത്തെ. സൂര്യവംശി രാജ്യ കോ ഹി രാമരാജ്യ കഹാ ജാത്ത. സൂര്യവംശി രാജ്യത്തെയാണ് രാമരാജ്യം എന്ന് പറയുന്നത്. തുമായേ ഹോ സൂര്യവംശി രാജാറാണി ബന്നേക്കിൽ. നിങ്ങൾ എല്ലാവരും ബാബയുടെ സ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നു, സൂര്യവംശി രാജാവ് രാജ്ഞി ആകുന്നതിന് വേണ്ടി. ഈ രാജയോഗ. അതുകൊണ്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യ ഏതാണ്? രാജയോഗം, രാജാക്കന്മാരാകാനുള്ള യോഗമാണ്. ये नॉलेज कोई ब्रह्मा अथवा कृष्णम नहीं पढ़ाते. ഈ ജ്ഞാനം ബ്രഹ്മാവ് അഥവാ കൃഷ്ണനല്ല പഠിപ്പിക്കുന്നത്. ഇനി ആരാണ്? ശിവഭഗവാൻ വാച്ച്. ये तो परम पिता परमात्मा ही पढ़ाते. पतित पावन वो बाप, सारे विश्व को हेवन बनाने वाला, सुख शांति देने वाला.
അവരാണ് പരമപിത പരമാത്മാവ് നമുക്ക് പഠിപ്പിക്കുന്നത്. പതീത പാവനൻ മുഴുവൻ വിശ്വത്തെ സ്വർഗമാക്കി മാറ്റുന്ന സുഖവും ശാന്തിയും നൽകുന്നവനാണ്. ആരാണ്? ശിവബാബ. യഹ് ഭാരത് പെഹലെ സുഖധാം ഥാ, ആത്തെ തോ സബ് ശാന്തിധാം. ഈ ഭാരതം ആദ്യം സുഖധാമമായിരുന്നു. ഇപ്പൊ സുഖധാമത്തിൽ വരുമ്പോൾ എല്ലാവരും എവിടെ നിന്നാണ് വരുന്നത്? ശാന്തിധാമത്തിൽ നിന്ന് തന്നെയാണ്. അഹം ആത്മാ പെഹലെ ശാന്തിധാമേ രേനേവാൽ. ഞാൻ ആത്മാവ് ആദ്യം സ്വന്തം വീടായ ശാന്തിധാമത്തിൽ വസിക്കുന്നതായിരുന്നു. അവിടെ നിന്നാണ് കർമ്മക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നത്. ആത്മാസോ പരമാത്മാ നഹി, അഹം ആത്മാ സൂര്യവംശി തേ, ഫിർ ക്ഷത്രിയ വൈശ്യ ശൂദ്രപൻ. ആത്മാവ് തന്നെ പരമാത്മാവല്ല. ആത്മാവ് എങ്ങനെ പരമാത്മാവാകാൻ പറ്റൂ? കുട്ടി എങ്ങനെ അച്ഛനാകാൻ കഴിയൂ? അല്ല. ഞാൻ ആത്മാ സൂര്യവംശത്തിലായിരുന്നു, പിന്നീട് മാറി വന്നു. ക്ഷത്രിയ വംശം, വൈശ്യവംശം, ശൂദ്രവംശം. അപ്പൊ ഫിർ ബ്രാഹ്മണ വംശമേ ആയി. ബാബ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, വീണ്ടും നാം ബ്രാഹ്മണ വംശത്തിൽ വന്നിരിക്കുന്നു. യേ ചക്ര അർത്ഥാത് ബാജോലി കാ ഖേൽ ഹെ. ഇത് ചക്രം, അതായത് ബാജോലി കളിയാണ്. എന്താണ് ഇത്? തലയ്ക്ക് മുട്ടി കാലിനെ ഇങ്ങനെ എടുത്ത് ചാടുന്ന ഒരു കളിയുണ്ടല്ലോ, ആ തരത്തിലുള്ളത്. എന്ന് വെച്ചാല് കുട്ടികൾ 4 വർണ്ണങ്ങളിൽ വന്ന് പിന്നെ വീണ്ടും 5ാം വർണ്ണത്തിലേക്ക് മാറുന്നു. 5ാം വർണ്ണം എന്ന് വെച്ചാൽ ബ്രാഹ്മണ വർണ്ണം. ഇതാണ് ആദ്യത്തെ വർണ്ണം. ബ്രാഹ്മണ വർണ്ണം, ദേവത, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രവർണ്ണം. ശൂദ്രവർണ്ണത്തിൽ നിന്ന് വീണ്ടും ബ്രാഹ്മണ വർണ്ണത്തിലേക്ക് പോകും. पहले है चोटी ब्राह्मण, फिर क्षत्रिय. टोटल 84 ജന്മം ഭോഗിനെ പെടുത്തി. ആദ്യം കുടുംബയാണ് ബ്രാഹ്മണരുടെ, പിന്നീട് ക്ഷത്രിയർ. മൊത്തം 84 ജന്മങ്ങളെ അനുഭവിക്കേണ്ടി വരുന്നു. ബച്ചേ ഇസ്മേ മൂഞ്ചിനേക്ക് കോയി ബാത്ത് നഹീ. കുട്ടികളെ, ഇക്കാര്യത്തിൽ സംശയിക്കേണ്ട യാതൊരു വിഷയമില്ല. ആശയക്കുഴപ്പത്തിന്റെ കാര്യങ്ങളല്ല ഇത്. सेकंड में जीवन मुक्ति. बाप का बच्चा बना और वर्षे का लायक हो गया. സെക്കൻഡിൽ ജീവൻ മുക്തിയാണ്. അച്ഛന്റെ കുട്ടിയായി ബാബ പറയുന്നു, അച്ഛന്റെ സമ്പത്തിന്റെ അവകാശിയായല്ലോ. മാക്കെ ഗർഭ സേ നിക്കല അവർ വർഷാലിയ. അമ്മയുടെ ഗർഭത്തിലൂടെ പ്രസവമുണ്ടായി, ജന്മമെടുത്തു. അന്നേരം അച്ഛന്റെ സമ്പത്തിന്റെ അവകാശിയായി. ये भी सेकंड की बात. ഇത് കൂടുതൽ സമയത്തിന്റെ വിഷയമല്ല, സെക്കൻഡ് കൊണ്ട് നടക്കുന്നതാണ്. ജനകോ സെക്കൻഡ് മേ ജീവൻ മുക്തി മിലീന. ജനക മഹാരാജാവിന്റെ ഉദാഹരണം നമുക്കറിയാമല്ലോ. സെക്കൻഡിൽ ജീവൻ മുക്തി ലഭിച്ചു എന്നുള്ളത്. തുമ്പി ഈശ്വർക്ക് ബനെ. വാസ്തവത്തിൽ ഏത് സെക്കൻഡാണ്? സംഗമയുഗി സെക്കൻഡിലാണ്. സംഗമയുഗി ശ്രേഷ്ഠമായിരിക്കുന്ന സമയത്ത്. തുമ്പി ഈശ്വർക്ക് ബനെ तो ജീവൻ മുക്തി തുമാരാ ഹക്ക്. നിങ്ങളും കൂടി ഈശ്വരൻ്റെതായിരിക്കുന്നു, ഇതിനാൽ ജീവൻ മുക്തി നിങ്ങളുടേതും കൂടി അവകാശമാണ്. തും അമരലോകಕ್ಕೆ മാലിക് ബൻത്തെ, യേ ഹെ മൃത്യുലോക്. നിങ്ങൾ അമരലോകത്തിന്റെ അധികാരികളാകുന്നു, ഇതാണെങ്കിലോ മൃത്യുലോകമാണ്. തുംസെ സൗഭാഗ്യശാലി അവർ കോയി ഹൈ നഹീ. നിങ്ങളെക്കാളും സൗഭാഗ്യശാലി ഈ ലോകത്തിൽ വേറെ ആരും തന്നെ ഇല്ല. യഹാ തോ അകാല മൃത്യു ഹോ ജാത്ത, അബ് തും കാൽ പർ വിജയ് പാത്തേ ഹോ. ഇവിടെ അകാല മൃത്യു, അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും, അഥവാ ദുർമരണങ്ങൾ. ബാബ പറയും, നിങ്ങൾ മൃത്യുവിന്റെ മീതെ വിജയം പ്രാപ്തമാക്കുന്നു. ബാപ്പ് കാലോം കാ കാൽ, തോ ഉസ് ബാപ്പ് സേ തുംകോ കിतना വർഷ മിൽത്ത. ബാബ ആരാണ്? മഹാകാലനാണ്. അപ്പൊ മഹാകാലനായിരിക്കുന്ന ബാബയിൽ നിന്നു നിങ്ങൾ കുട്ടികൾക്ക് എത്രമാത്രം സമ്പത്ത ലഭിക്കുന്നത്? തുമേ സഭി ധർമ്മം കോ ബി ജാനനാ ചാഹിയേ, ഇസ്ലിയേ ചിത്ര ബനായേ. നിങ്ങൾ സർവധർമ്മത്തെയും കുറിച്ച് മനസ്സിലാക്കണം. ഇതിനാൽ എല്ലാ ചിത്രങ്ങളെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. മനസ്സിലാക്കണം, ആക്കുന്നതിന് വേണ്ടി ചിത്രങ്ങളെ തയ്യാറാക്കി. ये पाठशाला है, कौन पढ़ाते?
ഇത് പാഠശാലയാണ്. ആരാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്? ആരാണ് പഠിപ്പിക്കുന്നത്? ശിവബാബ. ശിവഭഗവാൻ വാച്ച് കൃഷ്ണ നെഹി പഠാത്തി. ശിവബാബയാണ് നമുക്ക് പഠിപ്പിക്കുന്നത്, കൃഷ്ണനല്ല പഠിപ്പിക്കുന്നത്. ജ്ഞാന കാ സാഗർ കൃഷ്ണ നെഹി, वो तो परम पिता परमात्मा, वही तुमको ज्ञान दे रही. ജ്ഞാനത്തിന്റെ സാഗരം കൃഷ്ണനല്ല. അപ്പൊ ജ്ഞാനത്തിന്റെ സാഗരനാണ് പരമപിത പരമാത്മാവ്. അവരാണ് ഈ സമയത്ത് നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നത്. തുമുഹോ, അപ്പൊ നിങ്ങൾ എല്ലാവരും ആരായി? ജ്ഞാനം സ്വീകരിച്ച നിങ്ങൾ ആരാണ്? ജ്ഞാന ഗംഗായേ, ജ്ഞാനഗംഗകളാണ്. देवताओं में तो ये ज्ञान होता ही नहीं, तुम ब्राह्मणों में ही ये ज्ञान है. ദേവതകളിൽ ഈ ജ്ഞാനം തീരെ ഉണ്ടാവില്ല. നിങ്ങൾ ബ്രാഹ്മണർക്കാണ് ഈ ജ്ഞാനം ഈ സമയത്ത് ഉണ്ടായിരിക്കും. ഏതിൻ്റെതാണ് ജ്ഞാനം? ത്രികാലദർശിപ്പനിക്ക്. ത്രികാലദർശികളാണ്. ത്രികാലങ്ങളുടെ ജ്ഞാനം നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. തും ഹി സമയ യേ ജ്ഞാന സീഖ് കർ ഓർ സബ് പാത്തെ. നിങ്ങൾ തന്നെയാണ് ഈ സമയത്ത് ഈ ജ്ഞാനം പഠിച്ച് ഇത്തരത്തിലുള്ള സമ്പത്ത് നേടുന്നത്. രാജയോഗ സീഖ് സ്വർഗക്കെ രാജാറാണി ബന്ധത്തെ. രാജയോഗം പഠിച്ച് സ്വർഗത്തിന്റെ രാജാവ് രാജ്ഞിയാകുന്നു. എത്ര വലിയ നേട്ടം! തും ജാൻത്തെ ഹോ ഹം ബാബ ദ്വാര കാൽ പർ ജീത്ത് പായെങ്കിൽ. നിങ്ങൾ കുട്ടികൾക്കറിയാം, നാം എല്ലാവരും ബാബയിലൂടെ കാലന്റെ മീതെ വിജയം പ്രാപ്തമാക്കും. മൃത്യുവിൽ വിജയം നേടും. മൃത്യുഞ്ജയമാരാണ് നിങ്ങൾ. വഹാ തുമക്കോ സാക്ഷാത്കാർ ഹോങ്കാ तो ये पुराना शरीर छोड़ जाकर बच्चा छोटा बच्चा बनेंगे. ഇനി സത്യയുഗത്തിൽ നിങ്ങൾക്ക് ഈ ശരീരത്തിൽ 150 വർഷം പൂർണ്ണമാകുമ്പോൾ സാക്ഷാത്കാരം ഉണ്ടാകും. ഈ ശരീരം ഉപേക്ഷിച്ച് ഞാൻ ഒരു കൊച്ചായി ജനിക്കാൻ പോവുകയാണ്. സർപ്പ് കാ മിസാൽ, യേ സബ് മിസാൽ തുമാരേ ലിയേ. സർപ്പത്തിന്റെ ഉദാഹരണമാണ്. എല്ലാ ഉദാഹരണങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. വണ്ടിന്റെ ഉദാഹരണം, പാമ്പിന്റെ ഉദാഹരണം, ആമയുടെ ഉദാഹരണം. യഹി ഭാരത് പഹലെ ശിവാലയ था, ചൈതന്യ ദേവി ദേവതാओं का राज्य था, जिनके मंदिर बनाए हुए. ഇത് തന്നെയാണ് ഭാരതം. ആദ്യം ശിവാലയമായിരുന്നു. ചൈതന്യ ദേവി ദേവന്മാരുടെ രാജ്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ കാരണത്താൽ സ്മരണയ്ക്ക് വേണ്ടി ഇന്ന് അമ്പലങ്ങളെയും അതുപോലെ ശിവബാബയുടെ സ്മരണയുടെ ക്ഷേത്രങ്ങളെയും പണിതിരിക്കുന്നത്. ശിവബാബാക്ക് ശിവാലയ ബനാത്ത്. ശിവബാബ വന്നിട്ട് ഈ ഭൂമിയെ ശിവാലയമാക്കി പരിവർത്തനപ്പെടുത്തും. രാവണ ഫിർ വേശ്യാലയ ബനാത്ത്. ഇതന്നെ പരിപാടി. രാവണൻ പിന്നീട് എന്താണ് ചെയ്യുന്നത്? ശിവാലയത്തെ വേശ്യാലയമാക്കി മാറ്റുന്നു. बड़े बड़े विद्वान पंडित ये नहीं जानते कि रावण क्या चीज है. രാവണൻ എന്ന് പറഞ്ഞിരുന്നാൽ എന്താണ് സംഭവ സാധനം? വലിയ വലിയ വിദ്വാൻ പണ്ഡിതന്മാരും പാമരന്മാരും മഹർഷിമാരും ഗുരുക്കന്മാരും ആർക്കും തന്നെ അറിയില്ല. തും ജാൻതേ ഹോ രാവൺ കാ ആധാ കൽപ്പ് രാജ്യ ചലത്ത. നിങ്ങൾ കുട്ടികൾക്കറിയാ, അരകൽപ്പമാണ് രാവണന്റെ രാജ്യം ഈ ഭൂമിയിൽ നടക്കുന്നത്. ദഹലി पर पहले ഗോഡ് ഗോഡേസ് ലക്ഷ്മി നാരായൺ का राज्य था. ഡൽഹിയിൽ ആദ്യം ആരുടെ രാജ്യം ഉണ്ടായിരുന്നത്? ഗോഡ് ഗോഡേസ് ആയിരിക്കുന്ന ലക്ഷ്മി നാരായണന്റെ രാജ്യമാണ്. कहते भी है क्राइस्ट से 3000 वर्ष पहले भारत हेवन था, परंतु फिर भूल गए. പറയാണ്, ക്രിസ്തു ജനിക്കുന്ന 3000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതം സ്വർഗമായിരുന്നു. എങ്കിലും ഈ സത്യത്തെ പിന്നീട് മറന്നു. कोई मरता है तो कहते स्वर्गवासी हुआ, मुख मीठा कर देते. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗവാസിയായി, അപ്പോ മുഖം മധുരിക്കും ഇല്ലേ? അപ്പൊ ഇങ്ങനെ സ്വർഗം എന്ന് പറയുമ്പോ എന്താണ്? വലിയ പ്രാപ്തിയല്ലേ, വലിയ നേട്ടമല്ലേ? जब भारत स्वर्ग था तो पुनर्जन्म भी स्वर्ग में होता था.
ഭാരതം സ്വർഗമായിരുന്ന സമയത്ത് പുനർജന്മവും കൂടി സ്വർഗത്തിൽ തന്നെ എടുക്കുമായിരുന്നു. ആ ഭാരത് നരക ഹേ തോ പുനർജനം ഭി നരക് മേ ലേത്തെ. ഇപ്പോൾ ഭാരതം നരകമാണ്, ഇതിനാൽ പുനർജന്മവും കൂടി ഭാരതത്തിൽ നരകത്തിൽ തന്നെയാണ് എടുക്കുന്നത്. ബാബ कहते बच्चे तुमको याद है ना, कल्प कल्प मैं आकर तुमको स्वर्ग का मालिक बनाता हूँ. പറയാണ് കുട്ടികളെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണ്? കൽപ്പകൽപ്പവും ഞാൻ വന്നിട്ട് നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. ബാബ സ്നേഹത്തോട് പറയാണ് മക്കളോട്, അബ് തും പതി സെ പാവൻ ബൻ രഹേ. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗത്തിൽ പതിത്വത്തിൽ നിന്ന് പാവനരായിക്കൊണ്ടിരിക്കുന്നു. ഏ കാം ഏകീ ബാപ്. ഈ കർത്തവ്യം സ്വർഗമാക്കി മാറ്റുന്നത് ഒരു ബാബയുടേത് മാത്രം, പാവനമാക്കി മാറ്റുന്നത് ഒരു ബാബയുടെ കർത്തവ്യം മാത്രമാണ്. ബച്ചോं की बुद्धि में है ऊंचते ऊंचा शिव बाबा इस ब्रह्मा द्वारा बैठ सभी വേദോ ശാസ്ത്രവും का सार समझाते. കുട്ടികളുടെ ബുദ്ധിയിൽ ഈ വിഷയം കൂടി ഉറപ്പാണ്. ഏത് വിഷയം? ഉയരത്തിൽ വെച്ച് ഉയർന്നവർ ശിവ് ബാബയാണ്. ഈ ബ്രഹ്മാവിലൂടെ ഇരുന്ന് സർവ വേദ ശാസ്ത്രങ്ങളുടെ സാരം നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. ഭക്തി മാർഗമേ തോ മനുഷ്യ ഖർച്ച കർത്തേ കർത്തേ കൗടി മിസൽ ബൻ ഗേ. ഭക്തി മാർഗത്തിലാണെങ്കിലും മനുഷ്യർ പൈസ ചെലവഴിച്ച് എന്തായിരിക്കുന്നു? കവടയെ തുല്യരായിരിക്കുന്നു, ചിപ്പി സമാനർ. बाबा कहते महीने तुम बच्चों को हीरे जवाहरों के महल बनाकर दिए, फिर तो तुमको नीचे उतरना ही था. ബാബ പറയാണ്, ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് വജ്ര വൈഡൂര്യങ്ങളുടെ മഹല് അതോ കൊട്ടാരങ്ങളെ ഉണ്ടാക്കി തന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ? സദാ കൊട്ടാരത്തിൽ ഇരിക്കാൻ കഴിയില്ല, താഴെയോട്ട് ഇറങ്ങി വരേണ്ടി വന്നു. കലാകം ഹോത്തി തീ. കാരണം നിങ്ങൾ ആത്മാക്കളുടെ കലകള് എന്താണ് കുറഞ്ഞു വരുമായിരുന്നു. അതുകൊണ്ട് പിന്നെ താഴെയോട്ട് ജന്മം എടുത്ത് പതനത്തിലേക്ക് എത്തിപ്പോയി. ഉസ് സമയ കോയി ഊപ്പർ ചढ़ ना सके क्योंकि ഹൈ ഹി ഗിർത്തി കലാ കാ സമയ. ആ സമയത്ത് ആരും തന്നെ മുകളിലേക്ക് കയറാൻ സാധ്യമാവുകയില്ല. എന്തുകൊണ്ട്? പറയുന്നു, എന്തുകൊണ്ട്? ഇത് വീഴ്ച സംഭവിക്കുന്ന സമയമാണ്, അഥവാ ഗിർത്തി കല വീഴുന്ന സമയമാണ്, പതനത്തിന്റെ സമയം, വീഴ്ച സംഭവിക്കുന്ന സമയമാണ്. ഈ സമയത്തും സബ്സെ ഊഞ്ച് ഈശ്വരീയ ഔലാദ് ഹോ ഫിർ ദേവത ക്ഷത്രിയ ബന്ന. ഈ സംഗമവേളയിൽ നിങ്ങൾ കുട്ടികൾ എല്ലാവരെയും കാളും ഉന്നതരായ ഈശ്വരീയ സന്താനങ്ങളാണ്. പിന്നീട് നിങ്ങൾ ദേവതകളാകും, ഭാവിയിൽ ക്ഷത്രിയ വൈശ്യ ശൂദ്രർ. അതാവുന്നെ വേണം, ഇത് സൃഷ്ടിയുടെ നിയമമാണ്. കിतना भी कोई दान पुण्य करे ഭക്തി മാർഗമേ ഖർച്ച കർത്തേ കർത്തേ കല ഉത്തർനി ഹി ഹെ. എത്രമാത്രം 6 ദാനപുണ്യം ചെയ്തിരുന്നാലും ബാബ പറയാണ്, ഭക്തി മാർഗത്തിൽ ചെലവഴിച്ച് എന്താണ് കല കുറഞ്ഞ് എന്താണ് ഇറങ്ങി വരുന്ന കലയിൽ വരേണ്ടി വരുന്നു. ബാബാ ബി ബച്ചോं से पूछते मैंने तुमको इतना साहूकार बनाया, तुमने सारा धन कहाँ किया. ബാബ കുട്ടികളോട് അന്വേഷിക്കുകയാണ്, കുട്ടികളെ ഞാൻ ഇത്രയും നിങ്ങൾ കുട്ടികളെ സമ്പന്നരാക്കി മാറ്റിയതായിരുന്നു, ഈ തരത്തിലായിരുന്നു. ഇത്രയും സമ്പത്ത് നിങ്ങൾക്ക് നൽകിയതായിരുന്നല്ലോ, ഇതെല്ലാം എന്ത് ചെയ്തു? എവിടെ കൊണ്ടുപോയി ചെലവാക്കി? എന്ത് ചെയ്തു? എവിടെ കൊണ്ടിട്ടു? ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും. अब फिर शिव भोलानाथ बाबा हमारी 21 जन्मों के लिए झोली भर रहे. ഇപ്പോഴും ബാബ ശിവ ബാബ ഭോലാനാഥനായ ബാബ നിങ്ങളുടെ തെറ്റെല്ലാം ക്ഷമിച്ചു, വീണ്ടും 21 ജന്മങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സഞ്ചിയെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ कहते I am your obedient servant, most obedient father.
ശിവബാബ പറയാണ്, ഞാൻ നിങ്ങളുടെ വിധേയനായ വിശ്വസ്തനായ സേവാധാരി. കുട്ടികളുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾ കുട്ടികളുടെ വിശ്വസ്തനായ അച്ഛനും കൂടിയാണ്. ഒബീഡിയൻറ്റ് ഫാദറാണ്, മോസ്റ്റ് ഒബീഡിയൻറ്റ് ടീച്ചറും. അതുപോലെ തന്നെ ഞാൻ വിശ്വസ്തനായ शिक्षकനും കൂടിയാകുന്നു. पारलौकिक फादर, पारलौकिक टीचर और परलोक में रहने वाला मोस्ट ओबीडियंट सद्गुरु भी. പാരലൗകികമായ അച്ഛൻ, പാരലൗകികമായിരിക്കുന്ന ശിക്ഷകൻ, പരലോകത്തിൽ വസിക്കുന്ന മോസ്റ്റ് ബിലവേഡ് സദ്ഗുരുവും കൂടിയാണ്. വിശ്വസ്തനായ സദ്ഗുരുവും കൂടി. तुमको साथ ले जाऊंगा और कोई गुरु तुमको साथ नहीं ले जाएगा. ഞാൻ സദ്ഗുരുവായ ഞാൻ നിങ്ങൾ കുട്ടികളെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇനി വേറെ യാതൊരു ഗുരുക്കന്മാരും നിങ്ങളെ കൂടെ കൊണ്ടുപോകുന്നില്ല. ഇസ്മേ ഡർനെ കി കോയി ബാത് नहीं. കൂടെ കൊണ്ടുപോകുന്നു. ഈ വിഷയം കേട്ടപ്പോ ഭയക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, ഭയക്കേണ്ട വിഷയമില്ല. अब तुम बच्चों को ज्ञान का तीसरा नेत्र मिला, इन नेत्रों से इस बाबा को देखते हो. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനത്തിന്റെ മൂന്നാം നേത്രം ലഭിച്ചിരിക്കുന്നു. ഈ നേത്രങ്ങളിലൂടെ നിങ്ങൾ മൂന്നാം നേത്രത്തിലൂടെയാണ് ബാബയെ കാണുന്നത്. शिव बाबा को तो बुद्धि के नेत्र से जाना जाता. ഇനി ശിവബാബയെ എങ്ങനെ കാണുക? കാണാൻ കഴിയുന്നത് എങ്ങനെയാ? ബുദ്ധിയുടെ നേത്രത്താൽ നിങ്ങൾ കാണുന്നു. വർഷ शिव बाबा से मिलता, इस ब्रह्मा को भी वर्ष शिव बाबा से मिल रहा. സമ്പത്ത് ശിവബാബയിലൂടെയാണ് ലഭിക്കുന്നത്. ഈ ബ്രഹ്മാവിനും കൂടി സമ്പത്ത് ശിവബാബയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ബ്രഹ്മബാബ. സാക്കാര ബാബ ഉണ്ടായിരുന്നു, സാക്കാര മുരളിയല്ലേ. ഊഞ്ചിത്തെ ഊഞ്ച ഹൈ ഹി शिव बाबा, फिर ब्रह्मा विष्णु शंकर, फिर ब्रह्मा सरस्वती, फिर ലക്ഷ്മി നാരായൺ. ബസ് ഉയർന്നതിൽ വെച്ച് ഉയർന്നവർ ശിവബാബയാണ്. പിന്നീട് സെക്കൻഡ് ബ്രഹ്മ വിഷ്ണു ശങ്കർ, പിന്നീടാണ് ബ്രഹ്മ സരസ്വതി. ഇനി ഫോർത്ത് ലൈനിൽ വരുന്നതാരാണ്? ലക്ഷ്മി നാരായൺ. ഉन्होंने कितने ढेर ചിത്ര ബനായി. ഇനി ഭക്തിയിലാണെങ്കിൽ എത്രമാത്രം ധാരാളം ചിത്രങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. 6-8 ഭുജാവാല കോയി ഹൈനി. അഷ്ടഭുജധാരി അഥവാ 10 ഭുജങ്ങളെല്ലാം കാണിച്ചിരിക്കും. പറയുന്ന 6 ഭുജങ്ങളോ 8 ഭുജങ്ങളോ ഉള്ള യാതൊരു മനുഷ്യരും ഉണ്ടാവില്ല. ഇത് ശക്തികളാണ്. ശിവബാബയെ ഓർമ്മിച്ച് യോഗബലത്തിന്റെ ശക്തിയാണ് ഭുജങ്ങളാക്കി കാണിക്കുന്നത്. वो सब है भक्ति मार्ग का खेल, वेस्ट ऑफ टाइम, वेस्ट ऑफ एनर्जी. वास्तव में സർവശാസ്ത്രമയി ശിരോമണി ഗീത. ഇതെല്ലാം ഭക്തി മാർഗത്തിന്റെ കളിയാണ്. സമയവും വേസ്റ്റായി, അതുപോലെ ശക്തിയും പണവും എല്ലാം വ്യർത്ഥമാക്കി ഈ കളിയിൽ. വാസ്തവമേ സർവശാസ്ത്രമയി ശിരോമണി ഗീത. വാസ്തവത്തിൽ സർവശാസ്ത്ര ശിരോമണി ഗീതയാണ്. उनमें भी बाप के बदले बच्चे का नाम डाल एकज भूल कर दी है. അപ്പൊ ബാബ പറയുന്നു, ഗീതയിലും കൂടി അച്ഛന്റെ പേരിന്റെ പകരം മകന്റെ പേര് എഴുതി വെച്ച് മഹാ തെറ്റ ചെയ്തിരിക്കുന്നത്. യഹ് ബി ഡ്രാമ. ഇതിലും കുട്ടികളുടെ ദോഷമല്ല, ഇതും കൂടി ഡ്രാമയിൽ ഉള്ള വിഷയമാണ്. सबका सद्गति दाता पतित पावन एक बाप ही है. സർവരുടെ സദ്ഗതി ദാതാവ് പതീത പാവനൻ ഒന്നേ ഉള്ളൂ. फिर दूसरा बाप है प्रजापिता ब्रह्मा, तीसरा है लौकिक बाप. ഇനി രണ്ടാമത്തെ അച്ഛനാണ് അലൗകിക പിത പ്രജാപിത ബ്രഹ്മാവ്. ഇനി മൂന്നാമത്തെ അച്ഛനാണ് ശാരീരിക അച്ഛൻ. ജനം ബൈ ജനം ദോ ബാപ്പ് മിൽത്തെ. ഓരോ ജന്മം കഴിയുന്തോറും 2 അച്ഛന്മാര് ലഭിക്കും. മനസ്സിലായില്ലേ? 2 അച്ഛന്മാരുണ്ടാകും. ആത്മാക്കളുടെ അച്ഛനും അതുപോലെ തന്നെ ശാരീരിക അച്ഛൻ. അലൗകിക അച്ഛൻ ഉണ്ടാവില്ല.
इस समय एक ही समय पर 3 बाप मिलते, इसमें मूंझने की कोई बात नहीं. ഈ ഒരു സമയത്താണ് 3 അച്ഛന്മാര് ലഭിക്കുന്നത്. എന്തിനാ, എങ്ങനെയാണ്, ആശയക്കുഴപ്പത്തിൽ വരേണ്ട യാതൊരു വിഷയവുമില്ല. കേത്തേ कहते ज्ञान भक्ति वैराग्य. अब वैराग्य भी 2 प्रकार का, ജ്ഞാനവും ഭക്തിയും വൈരാഗ്യം. വൈരാഗ്യവും കൂടി 2 പ്രകാരത്തിൻ്റെതാണ്. ഏക് ഹെ ഹദ് ക, ദൂസര ഹെ ബേഹദ് ക. ഒന്നാമത്തെ വൈരാഗ്യം പരിധിയുള്ളത് അഥവാ മിതമായത്. രണ്ടാമത്തത് പാരലൗകികമായിരിക്കുന്ന വൈരാഗ്യം അഥവാ അമിതമായത്. സന്യാസി തോ घर बार छोड़ जंगल में चले जाते. സന്യാസിമാർ എന്താണ് ചെയ്യുന്നത്? വീട് ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നു. യഹാ തോ തും പുരാനി ദുനിയാ കോ ഹി ബുദ്ധി സെ ചോടത്തെ. നിങ്ങൾ ഒരു കുടുംബമല്ല ഉപേക്ഷിച്ച് പോകുന്നത്, പഴയ ലോകം മൊത്തം നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്, ബുദ്ധി കൊണ്ട് മറക്കുകയാണ്. ഓ ഹെ ഹഠയോഗ, യേ ഹെ രാജയോഗ. അവരുടേത് ഹഠയോഗമാണ്, നിങ്ങളുടേത് രാജയോഗമാണ്. ഹഠയോഗി കബി രാജയോഗ സിക്കലാൻ നഹി സക്തേ. ഹഠയോഗികൾ ഒരിക്കലും രാജയോഗം പഠിപ്പിക്കാൻ സാധ്യമല്ല. ബഹുത് അച്ഛി അച്ഛി ബാത്തെ സമജിനേക്ക്. ഇത്തരത്തിൽ വളരെ നല്ലതായിരിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഉണ്ട്. തും ബച്ചേ ഈ സമയ കാണ്ടോം സെ ഫൂൽ ബനത്തെ. നിങ്ങൾ കുട്ടികൾ ഈ സമയത്ത് മുള്ളുകളിൽ നിന്നും പുഷ്പമായി മാറിക്കൊണ്ടിരിക്കുന്നു. पहले नंबर में तो देहाभिमान का बड़ा कांटा. ആദ്യത്തെ നമ്പറിന്റെ മുള്ള് ഇതാണ്, ദേഹാഭിമാനത്തിന്റെ വലിയ മുള്ള്. ഉनको बाप ही छुड़ा सकते और कोई की ताकत ही नहीं. ഈ മുള്ളിൽ നിന്ന്, ദേഹാഭിമാനത്തിന്റെ മുള്ളിൽ നിന്നു ഉപേക്ഷിക്കാൻ ബാബയ്ക്ക് മാത്രമാണ്, അഥവാ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ബാബയ്ക്ക് മാത്രം സാധിക്കുക. വേറെ ആർക്കും ഈ ശക്തി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ അല്ലേ? ഏത് ശക്തി? ദേഹാഭിമാനത്തിന്റെ മുള്ളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. अच्छा मीठे मीठे सिकी लदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को नमस्ते, याद प्यार और गुड मॉर्निंग. ധാരണ के लिए मुख्य सार. എന്തെല്ലാമാണ് ധാരണ ചെയ്യേണ്ടത്? ഏത് വിഷയമാണ് ധാരണ ചെയ്യേണ്ടത് ഇന്നത്തെ മുരളിയുടെ അടിസ്ഥാനത്തിൽ? इस पुरानी दुनिया को बुद्धि से भूल बेहद का वैरागी बनना. ഈ പഴയ ലോകത്തെ ബുദ്ധിയിൽ നിന്നും മറന്ന് പരിധിയില്ലാതെ വൈരാഗികളാവണം. ദേഹാഭിമാനക്കെ ഭൂത് കോ നിക്കാൽ ദേന. ദേഹാഭിമാനത്തിന്റെ ഭൂതത്തെ ഒഴിവാക്കണം, അത് ഇല്ലാതെയാക്കണം. बाप समान ओबीडियंट बन सेवा करना. ബാബയ്ക്ക് സമാനം വിശ്വസ്തരായി സേവനം അനുഷ്ഠിക്കണം. आप समान बनाना, തനിക്ക് സമാനമാക്കണം. किसी भी बात में मूंझना नहीं. യാതൊരു കാര്യത്തിലും സംശയിക്കരുത്. वरदान. परमात्मा प्यार के आधार पर दुख की दुनिया को भूलने वाले सुख शांति संपन्न भव. परमात्मा പ്രീതിയുടെ ആധാരത്തിൽ ദുഃഖത്തിന്റെ ലോകത്തെ മറക്കുന്ന
സുഖവും ശാന്തി സമ്പന്നരായി ഭവിക്കട്ടെ. പരമാത്മ പ്രീതിയുടെ ആധാരത്തിൽ ദുഃഖത്തിന്റെ ലോകത്തെ മറക്കുന്ന സുഖം ശാന്തി സമ്പന്നരായി ഭവിക്കട്ടെ. विवरण परमात्मा प्यार ऐसा सुखदायी है जो उसमें यदि खो जाओ तो ये दुख की दुनिया भूल जाएगी. परमात्म प्रीति ഈ തരത്തിൽ സുഖമയമാണ്. ഇതിൽ നിങ്ങൾ മുഴുകിയിരിക്കുകയാണെങ്കിൽ ദുഃഖത്തിന്റെ ലോകം മറന്നു പോകൂ. പരമാത്മ പ്രീതി ഈ തരത്തിൽ സുഖമയമാണ്. ഇതിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ഈ ദുഃഖത്തിന്റെ ലോകം മറന്നു പോകും. इस जीवन में जो चाहिए वो सर्व कामनाएं पूर्ण कर देना, यही तो परमात्मा प्यार की निशान. ഈ ജീവിതത്തിൽ എന്തെല്ലാമാണോ വേണ്ടത് ആ സർവ മനോ ആഗ്രഹങ്ങളെ അഥവാ മനോകാമനകളെ പൂർണ്ണമാക്കുക, ഇത് തന്നെയാണ് പരമാത്മ പ്രീതിയുടെ ലക്ഷണം അഥവാ അടയാളം. എല്ലാ മനോകാമ സത്യുഗത്തിൽ സർവ മനോകാമനായി പൂർണ്ണമായിരിക്കും. ഇതെങ്ങനെയാണ് നമുക്ക് പൂർണ്ണമാക്കിയതാരാണ്? ശിവബാബ. എങ്ങനെയാണ്? പ്രീതിയുടെ ആധാരം. പരമാത്മ പ്രീതിയാണ് സർവ മനോ ആഗ്രഹങ്ങളെ പൂർണ്ണമാക്കിയിരിക്കുന്നത്. बाप सुख शांति क्या देता, लेकिन उसका भंडार बना देता. ബാബ സുഖവും ശാന്തി എന്ത് നൽകാന? ബാബ പറയുന്നു സുഖവും ശാന്തിയുടെ ഭണ്ഡാരമാക്കി മാറ്റുന്നു. നിങ്ങൾ സ്വയം സുഖവും ശാന്തിയുടെ ഭണ്ഡാരമാകൂ. जैसे बाप सुख का सागर है, नदी तालाब नहीं, ऐसे बच्चों को भी सुख के भंडार का मालिक बना देता. इसलिए मांगने की आवश्यकता नहीं. ഇപ്രകാരം ബാബ സുഖത്തിന്റെ സാഗരനാണ്. ഇത്തരത്തിൽ ബാബ സുഖത്തിന്റെ സാഗരമാണ്, നദിയോ കുളമോ അല്ല. അതുപോലെ തന്നെ കുട്ടികൾക്കും കൂടി കുട്ടികളെയും കൂടി സുഖത്തിന്റെ ഭണ്ഡാരത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെ സുഖത്തിന്റെ ഭണ്ഡാരത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. ഇതിനാൽ യാചിക്കേണ്ട ആവശ്യം വരുന്നില്ല. സുഖം തരൂ അഥവാ ആനന്ദം തരൂ, ദയ കാണിക്കും, ഈ എല്ലാ തരത്തിൽ യാചിക്കേണ്ട ആവശ്യം വരുന്നില്ല. സിർഫ് മിലേ ഹുയെ ഖജാനോ കോ വിധി പൂർവക സമയ പ്രതി സമയ കാര്യമേ ലഗാവൂ. കേവലം പ്രാപ്തമായിരിക്കുന്ന ഖജനാവുകളെ വിധിപൂർവം സമയപ്രതി സമയത്ത് കാര്യത്തിൽ ഉപയോഗിക്കുന്നവരാണ്, യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? കൊണ്ട് പരമാത്മ പ്രീതിയുടെ ആധാരത്തിൽ ഈ ദുഃഖത്തിന്റെ ലോകത്തെ മറക്കാൻ കഴിയും. അപ്പം ബാബ പറയുന്നു, നിങ്ങൾ ആരായി മാറുന്നു? സുഖവും ശാന്തി സമ്പന്നരാ. स्लोगन, अपनी सर्व जिम्मेवारियों का बोझ बाप हवाले कर डबल लाइट बनो. തൻ്റെ സർവ ഉത്തരവാദിത്വങ്ങളുടെ ഭാരം
ബാബയ്ക്ക് സമർപ്പിച്ച് ഡബിൾ ലൈറ്റ് ആകൂ. എന്താണ് ചെയ്യേണ്ടത്? സർവ ഉത്തരവാദിത്വങ്ങളുടെ ഭാരം ബാബയ്ക്ക് സമർപ്പിച്ച് ഡബിൾ ലൈറ്റ് ആകൂ. അച്ഛ. ഓം ശാന്തി. पवित्रता का हृदय कुंज में ऐसा पुष्प खिला, जिसकी सुगंध से जीवन में सुख ही सुख मिला। पवित्रता का हृदय कुंज में ऐसा पुष्प खिला, जिसकी सुगंध से जीवन में सुख ही सुख मिला। स्वरूप है, यही अना